നമസ്കാരം. കേരള ടെക് അക്കാഡമിയുടെ പുതിയൊരു സുവർ ഷോട്ട് സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കേരള PSC AE ഇലക്ട്രിക്കൽ എക്സാമിൽ ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒന്നാണ്, ദ 2 വാട്ട് മീറ്റർ മെത്തേഡ്. മെഷർമെന്റ്സിലെ ഈ ഒരൊറ്റ ടോപ്പിക് പഠിച്ചാൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാം. എന്തുകൊണ്ടാണ് ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ പവർ അളക്കാൻ 2 വാട്ട് മീറ്റർ മതിയെന്ന് അറിയാമോ? അത് ബ്ലോണ്ടൽസ് തിയറം അനുസരിച്ചാണ്. ഈ തിയറം പറയുന്നത് ഒരു N വയർ സിസ്റ്റത്തിൽ പവർ അളക്കാൻ നമുക്ക് N-1 വാട്ട് മീറ്ററുകൾ മതി. അതായത് 3 ഫേസ് സിസ്റ്റം ഒരു 3 വയർ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് 3-1 അതായത് 2 വാട്ട് മീറ്റർ മാത്രം മതി. സിമ്പിൾ അല്ലേ? ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഈ രണ്ട് റീഡിങ്ങുകളുടെയും ആൽജിബ്രിക് സം ആയിരിക്കും. അതായത് നമുക്ക് 2 വാട്ട് മീറ്റർ ഉണ്ടാവും, വാട്ട് മീറ്റർ 1, വാട്ട് മീറ്റർ 2. അപ്പോൾ പി ടോട്ടൽ എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആയിരിക്കും. പക്ഷേ PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യം പവർ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നതാണ്. അതിനുവേണ്ടി ഈ ഒരൊറ്റ മാജിക് ഫോർമുല മാത്രം ഓർത്തു വെച്ചാൽ മതി. അതായത് tan phi equal to √3 W1 minus W2 divided by W1 plus W2. അതാണ് നമ്മുടെ tan phi എന്ന് പറയുന്നത്. അത് നമ്മൾ phi കണ്ടെത്തി കഴിഞ്ഞാൽ, അത് tan ഇൻവേഴ്സ് ഓഫ് ആ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കോസ് phi എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്ന സംഭവം. ഇനി PSC എപ്പോഴും ആവർത്തിക്കുന്ന 3 ഷോർട്ട് കട്ട് പാറ്റേണുകൾ നോക്കാം. കാൽക്കുലേഷൻ പോലും ചെയ്യേണ്ട. പാറ്റേൺ 1, 2 വാട്ട് മീറ്റർ റീഡിങ്ങും സെയിം ആണെങ്കിൽ W1 ഈക്വൽ ടു W2, അപ്പോൾ പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും. അതായത് പവർ ഫാക്ടർ ഈക്വൽ ടു 1. പാറ്റേൺ 2, ഒരു വാട്ട് മീറ്റർ റീഡിംഗ് 0 ആയാൽ, അതായത് W2 ഈക്വൽ ടു 0, അപ്പോൾ പവർ ഫാക്ടർ കറക്റ്റ് 0.5 ആയിരിക്കും. ഇനി പാറ്റേൺ 3, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു റീഡിംഗ് മറ്റേതിന്റെ ഡബിൾ ആണെങ്കിൽ, അതായത് W1 ഈക്വൽ ടു 2 ടൈംസ് ഓഫ് W2 ആണെങ്കിൽ പവർ ഫാക്ടർ എപ്പോഴും 0.866 ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് 2023 ഒരു PSC AE ചോദ്യം നോക്കാം. ഇവിടെ ചോദ്യം ഒരു വാട്ട് മീറ്റർ 1 വാട്ട് മീറ്റർ റീഡ്സ് ഹാഫ് ഓഫ് ദ അതർ എന്നാണ്. അതായത് W1 ഈക്വൽ ടു 2 ടൈംസ് W2. ഇത് നമ്മുടെ പാറ്റേൺ 3 അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയി ആൻസർ പറയാം, 0.866. കണ്ടില്ലേ, 10 സെക്കൻഡിൽ നമ്മൾ മാർക്ക് ഉറപ്പിച്ചത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നെഗറ്റീവ് റീഡിംഗ്. ഇതൊരു സാധാരണ കെണിയായി ചോദിക്കുന്ന PSCയിലെ ചോദ്യം ആണ്. ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡിംഗ് തന്നാൽ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് W1 ഈക്വൽ ടു 100 വാട്ട്, പക്ഷേ W2 ഈസ് ഈക്വൽ ടു -50 വാട്ട്. പേടിക്കേണ്ട, ടോട്ടൽ പവർ ഫാക്ടർ എപ്പോഴും ആൽജിബ്രിക് സം ആണ്. അതായത് 100 പ്ലസ് -50 നമുക്ക് 50 വാട്ട് എന്ന് കിട്ടും. അപ്പൊ പവർ ഫാക്ടറിന്റെ ഫോർമുലയും ഒരു നെഗറ്റീവ് സൈൻ അതുപോലെ ഉപയോഗിക്കുക. ഈ റൂൾ ഇതാണ്, എപ്പോഴും ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് കാണിക്കുന്നത് പവർ ഫാക്ടർ ആംഗിൾ 60 ഡിഗ്രിയിൽ കൂടുതലാകുമ്പോഴാണ്. പവർ ഫാക്ടർ 0.5-ൽ കുറവാണെങ്കിൽ ഈ പോയിന്റ് ഉറപ്പായും ഓർത്ത് വെക്കുക. അപ്പോ അവസാനം ഒരു ക്വിക്ക് റിവിഷൻ, ഈ ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോണം. ഈ ഷുവർ ഷോട്ട് ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഷുവർ ഷോട്ട് ടോപ്പിക്കുമായി വീണ്ടും കാണാം. കേരള ടെക് അക്കാഡമിയുടെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.